ഒരിക്കലും ഒരാൾ എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമതായിട്ട് അയാൾ ചോദിച്ച ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അമിതവണ്ണമുള്ള ആളുകൾ അമിതവണ്ണം കുറച്ചതിന് ശേഷവും വീണ്ടും അതേപടി അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് വീണ്ടും വണ്ണം വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. രണ്ടാമത് അയാൾ ഒരു ചോദ്യം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. ജീവിതശൈലി രോഗങ്ങൾ ഒരു തവണ നമ്മിൽ പിടിപെട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ജീവിതാവസാനം വരെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതല്ലെങ്കിൽ മരുന്നുകളില്ലാതെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ മരണം വരെ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. മൂന്നാമത് അയാൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഹാർഡ് വർക്ക് എടുക്കുന്ന, അതുപോലെ തന്നെ ജിം ട്രെയിനേഴ്സുകൾ, ഫിറ്റ്നസ് ട്രെയിനേഴ്സുകളായിട്ടുള്ള ആളുകള്, സ്പോർട്സിലെല്ലാം മികച്ച കാഴ്ചവെച്ചിട്ടുള്ള ആളുകള്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് മരപ്പണിയോ അതല്ലെങ്കിൽ കല്ലിന്റെ വർക്കുകളോ ഇങ്ങനെയൊക്കെ എടുക്കുന്ന, നന്നായിട്ട് ഹാർഡ് വർക്ക് എടുക്കുന്ന ആളുകള്, ഇവരിലൊക്കെ എന്തുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്? ഇവര് നന്നായിട്ട് ശരീരം ഇളകുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് അവരിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം വന്നു എന്നുള്ളത്. മൂന്നാമതായിട്ട് അയാൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് വളരെ ചിന്തനീയം തന്നെയായിരുന്നു. എന്നാൽ നാലാമത് അയാൾ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. സാധാരണ രീതിയിൽ നമുക്ക് അരിഭക്ഷണങ്ങൾ കുറക്കുന്നതിലൂടെ, അതല്ലെങ്കിൽ അരിഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയും പഞ്ചസാര ഒഴിവാക്കുന്നതിലൂടെയും നമുക്ക് ഒരുവിധം ലൈഫ് സ്റ്റൈൽ ഡിസീസസുകളെല്ലാം ഇല്ലാതെയാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു ചോദ്യം അയാൾ ചോദിച്ചത് ഇങ്ങനെയാണ്. ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷണം കുറക്കുന്നതിനെ അല്ലേ? അതിനെയാണെങ്കിൽ എനിക്ക് തന്നെ അങ്ങ് വളരെ സിമ്പിൾ ആയിട്ട് കുറക്കുന്നതിലൂടെ എന്റെ ലൈഫിനെ തിരിച്ചു പിടിക്കാനാവുമോ എന്നുള്ളതാണ്. എന്തായിരിക്കും ഇതിന്റെ ഉത്തരമെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഈ ഒരു 4-5 ചോദ്യങ്ങള് ഇവിടെ പറഞ്ഞപ്പോ ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലും ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ചോദ്യം ഉള്ളിൽ വന്നിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവണം. നമുക്ക് അതിന്റെ ഉത്തരങ്ങളിലേക്ക് പോയി നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ ഒരു പ്രധാന അഭിപ്രായം ചർച്ച ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് അതിന്റെ ഉത്തരങ്ങളിലേക്ക് പോകുന്നത്. ലോകാരോഗ്യ സംഘടന പറയുന്നു 80% ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഭക്ഷണശീലങ്ങളെ ചിട്ടപ്പെടുത്താനും 20% അയാളുടെ നിത്യജീവിതത്തിൽ വ്യായാമത്തെ കൊണ്ടുവരാനും സാധിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ കഴിയുമെന്നാണ് ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെടുന്നത്. ഇനി നമ്മുടെ ഉത്തരങ്ങളിലേക്ക് പോകാം. നമ്മൾ എല്ലാവരും ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ അമിതവണ്ണമാണെങ്കിൽ പോലും അതൊരു ജീവിതശൈലി രോഗമാണ്. നമ്മുടെ ബോഡിക്ക് ഓവർ വെയിറ്റ് കഴിഞ്ഞ് ഒബീസ് ലെവലിലേക്ക് മാറുന്ന സമയത്ത് അത് അമിതവണ്ണം എന്നുള്ള ഒരു സ്റ്റേജിനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് എത്തുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി എന്നാണോ ഒബീസ് ആവുന്നത്, ഈ ഒബീസ് ആവുന്ന സമയത്താണ് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ ഭാഗമായിട്ട് മാറുന്നത്. ഇവിടെ പ്രധാനമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഭിപ്രായപ്പെട്ട ഈ ഒരു അഭിപ്രായത്തെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ അമിതവണ്ണവും വരുന്നതിന് പിന്നില് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ്. അതിൽ പ്രധാനമായും ഫുഡ് ലൈഫ് സ്റ്റൈല്. എന്നാൽ നമ്മളെല്ലാവരും ഇതിന് വില കുറച്ച് കാണുകയും ഇതിന് വേണ്ടത്ര രീതിയിൽ വില കൽപ്പിക്കാതെ ഭക്ഷണ ഷെഡ്യൂളുകളെ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാവാതെ വീണ്ടും ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് നിത്യേന നമ്മൾ ജീവിതത്തിൽ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് തന്നെ അറിയാം അല്ലെ, ഇപ്പൊ നമുക്ക് അമിതവണ്ണം എന്നുള്ള ഒരു, അതല്ലെങ്കിൽ നമുക്ക് കൊടവയറുണ്ടെങ്കിലും നമ്മൾ അതിനെ ഒരു പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് എടുക്കുകയും അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് നമ്മൾ ധരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ഫ്രണ്ട്സ് ആയിട്ടോ റിലേറ്റീവ് ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് അവരിൽ നിന്നുള്ള കളിയാക്കലുകളോ, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഡോക്ടർ വിസിറ്റ് നടത്തുന്ന സമയത്ത് ഡോക്ടർ നമ്മളെ അടുത്ത് പറയുകയാണ് തടി കുറയ്ക്കണം, അതല്ലെങ്കിൽ നിങ്ങളുടെ വയറൊന്ന് കുറയേണ്ടതുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മൊത്തം ഒന്ന് ഭാരം കുറയ്ക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ബോധവാന്മാരാവുന്നത്. സത്യത്തിൽ ശരീരം മൊത്തത്തിൽ തടി വെക്കുന്നതിനേക്കാൾ അപകടകരമാണ് നമ്മുടെ വയറ് മാത്രമായിട്ട് വണ്ണം വെക്കുക എന്നുള്ളത്. അത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മുടെ ശരീരം വണ്ണം വെക്കുന്ന സമയത്ത് നമ്മുടെ തൊലിയുടെ നേരെ താഴെ വരുന്ന കൊഴുപ്പായിട്ടുള്ള സബ്ക്യൂട്ടാനിയസ് ഫാറ്റ് അടിഞ്ഞു കൂടുകയും അത് നമ്മുടെ ശരീരമാകെ വണ്ണം വെപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വയറ് മാത്രം ചാടുന്ന ആളുകളിലാണെങ്കിൽ അവരിൽ വിസറൽ ഫാറ്റ് ആണ് കൂടുതലും ശരീരത്തിൽ വർദ്ധിച്ചു വരുന്നത്. വിസറൽ ഫാറ്റ് വർദ്ധിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. സത്യത്തിൽ നമ്മുടെ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഓർഗൻസിനെയും
ചുറ്റിപ്പറ്റിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഫാറ്റാണ്. ഇവ നമ്മുടെ എല്ലാ അകത്തെ അവയവങ്ങളുടെയും പ്രവർത്തനത്തിനെ ഇത് തടസ്സപ്പെടുത്തുകയും അത് കാരണം നമുക്ക് ഇപ്പൊ നമ്മുടെ പാങ്ക്രിയാസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ലിവറുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെങ്കിൽ, നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഓർഗണുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ് നമുക്ക് സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചിട്ടയല്ലാത്ത ഭക്ഷണശീലം തന്നെയാണ് 80%. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്, നമ്മളൊന്ന് വയറ് കൂടുന്ന സമയത്തോ അതല്ലെങ്കിൽ ശരീരം വണ്ണം വെക്കുന്ന സമയത്തോ ഒന്ന് വ്യായാമം ചെയ്തേക്കാം, എന്നാൽ എന്റെ തടി കുറയുന്നുണ്ടാവാം എന്ന് തെറ്റിദ്ധരിക്കുകയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരാറുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് നിത്യേന വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ 20% മാത്രമാണ് വ്യായാമം നമ്മുടെ ശരീരത്തിനെ ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ട് സഹായിക്കുന്നുള്ളൂ. അതിൽ ഉപരി 80% നമ്മുടെ ഭക്ഷണശീലം തന്നെയാണ് നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരത്തെ ഒരു വാഹനമായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മുടെ വാഹനം നമ്മൾ എല്ലാ ദിവസവും ഓടിക്കുന്നുണ്ട്, നിർത്തിയിടുന്നില്ല അല്ല. നിർത്തിയിടുമ്പോൾ നമുക്കറിയാം തുരുമ്പ് കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഓടിക്കുന്നുണ്ട്, എല്ലാ ദിവസവും അതിന് വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്. ബാക്കി ഒരു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വാഹനമാണെങ്കിൽ അതിന്റെ ടയറ്, അതുപോലെ തന്നെ അതിലെ എയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, അതിന്റെ ഹോണ്, ബ്രേക്ക്, ഓയിൽ, ഗ്രീസ് തുടങ്ങിയിട്ടുള്ള നെറ്റ്, ബോൾട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് ആ വാഹനം എന്താവുന്നത്, പെർഫെക്റ്റ് ആവുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. നമ്മുടെ എഞ്ചിൻ, അതല്ലെങ്കിൽ നമ്മുടെ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എഞ്ചിനുകളെല്ലാം കണ്ടീഷൻ ആവുമ്പോഴാണ് നമ്മുടെ ബോഡിയും പെർഫെക്റ്റ് ആവുന്നത്. 80% നമ്മുടെ എഞ്ചിൻ കണ്ടീഷൻ ആകുമ്പോൾ തന്നെയാണ് നമ്മുടെ ബോഡി പെർഫെക്റ്റ് ആകുന്നത്. ബാക്കി 20% നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന മൂവ്മെന്റുകൾ, അതായത് വ്യായാമങ്ങൾ തന്നെയാണ്. എന്നാൽ സാധാരണഗതിയിൽ ഇപ്പൊ എല്ലാവരും അതിനെ പ്രൊമോട്ട് ചെയ്ത് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യായാമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഭക്ഷണ കാര്യങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും, അതല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളിൽ കൊടുക്കുന്ന സന്ദേശങ്ങൾ വളരെ തെറ്റായ രീതിയിലുള്ള ഒരു സന്ദേശമാവുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, ഒരു പട്ടിണി കിടക്കലോ ഫുഡ് കുറക്കലോ ആണ് അല്ലെ. എന്നാൽ അതാണോ കൃത്യമായ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എന്തെല്ലാം ന്യൂട്രിയൻസ്, ഓരോ സാഹചര്യത്തിലും നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ എന്ന് പറയുന്നത് വ്യത്യസ്ത തലത്തിലാണ്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ബോഡി ഒരു പ്രഗ്നൻസി ടൈം ആണെങ്കിൽ കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോ, അതല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമയത്തിന് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ കിട്ടേണ്ടുന്ന എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം തന്നെ എന്ത് ചെയ്യണം, ആ ഒരു സമയത്ത് അവർക്ക് ലഭ്യമായിക്കൊണ്ടേയിരിക്കണം. എന്നാൽ വേറെ എന്തെങ്കിലും ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ തൈറോയിഡ് പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഒരു PCOD PCOS വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഇവർക്കൊക്കെ എന്ന് പറയുന്നത് ഇവരുടെ ഏത് ഓർഗണിനെയാണോ ബുദ്ധിമുട്ടാക്കുന്നത്, അതല്ലെങ്കിൽ ബോഡിയുടെ മെറ്റബോളിസത്തിന് എന്തൊരു ബുദ്ധിമുട്ടാണോ സംഭവിച്ചിട്ടുള്ളത്, ആ ബുദ്ധിമുട്ടിനെ മാറ്റിയെടുക്കും വിധത്തിലുള്ള ശരീരത്തിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഫാറ്റും പ്രോട്ടീനും ഒക്കെ കൃത്യമായ അളവിൽ തന്നെ കിട്ടേണ്ടതുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും കാണുന്ന ടിപ്സുകളൊക്കെ എടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്വയം അറിവ് എന്നുള്ള രീതിയിൽ നമ്മൾ പരമാവധി ഭക്ഷണത്തെ കുറക്കും. സത്യത്തിൽ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണം കുറക്കുന്നതിനെ ഒരിക്കലും ഡയറ്റ് പ്ലാൻ എന്നോ ഡയറ്റ് എടുക്കുക എന്നോ പറയാനായിട്ട് സാധിക്കില്ല. ഡയറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നീഡുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പല ആളുകളും അരിഭക്ഷണം ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ചോറ് ഒഴിവാക്കുന്ന ഒരു സിസ്റ്റമാണുള്ളത്. സത്യത്തിൽ ഇതൊക്കെ നമ്മുടെ തെറ്റായ ധാരണയുടെ പുറകെ വരുന്നതാണ് കേട്ടോ. അരിഭക്ഷണം കുറയ്ക്കലൊന്നും അല്ല നമ്മുടെ ശരീരത്തിന് എല്ലാം കിട്ടണം. കിട്ടേണ്ടുന്ന അളവുകളുണ്ട്, കിട്ടേണ്ടുന്ന സമയങ്ങളുണ്ട്, ഭക്ഷിക്കേണ്ട രീതികളുണ്ട്. ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ കാലഘട്ടവും നമ്മളിലൂടെ കടന്നു പോകുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, അരിഭക്ഷണം കുറക്കുന്നു എന്നുള്ള ഉദ്ദേശത്തിൽ ചോറ് ചിലപ്പോൾ കുറച്ചേക്കാം. രാവിലെ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ അപ്പം, ദോശ, ഇഡ്ഡലി ഒക്കെ, ഇതൊക്കെ അരിഭക്ഷണം തന്നെയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കാർബ്സിന്റെ അളവ് നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന അളവിലാക്കുക എന്നുള്ളതാണ്. കാർബ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പാടില്ല, കാരണം നമ്മുടെ ശരീരത്തിന് കാർബ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ ആവശ്യമാണ്. ചില ആളുകൾ ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ടോ അതല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഉള്ള അറിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, കൂടുതൽ പ്രോട്ടീൻ ബേസ്ഡ് ഫുഡ് മാത്രമേ എടുക്കും. അതും ബോഡിക്ക് സൈഡ് എഫക്ട്സ് കൊണ്ടുവരുന്നതാണ്. കൃത്യമായിട്ട് ബോഡിക്ക് എങ്ങനെ
ഫുഡ് നിയന്ത്രിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഓരോ സമയത്ത്, അതായത് ഇന്ന് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നതായിരിക്കില്ല, അതല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആയിരിക്കില്ല 1 വീക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് നീടുള്ളത്. അതല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിന് കിട്ടേണ്ട ന്യൂട്രിയൻസ് ആയിരിക്കില്ല രോഗമുള്ള ഒരാളുടെ ബോഡിക്ക് കിട്ടേണ്ടത്. ഷുഗർ രോഗികളെ അല്ലെങ്കിൽ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെയുള്ള ഫുഡ് റൊട്ടീൻ അല്ല പ്രമേഹ രോഗികൾക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ തുടങ്ങി ലോകത്തിലെ എല്ലാ രോഗങ്ങൾക്കും എല്ലാ സാഹചര്യങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഓരോ സമയത്തും അതിന് അനുയോജ്യമായ ഫുഡ് ഷെഡ്യൂളുകൾ കിട്ടേണ്ടതുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു 80% വരെ രോഗമില്ലാതാവുകയും അതല്ലെങ്കിൽ 80% വരെ നമ്മുടെ ശരീരം ആരോഗ്യത്തിന് വേണ്ടി തയ്യാറാവുകയും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവ സ്വമേധയാ നിയന്ത്രിക്കുന്നതിന് അത് അവസരം ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തില് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് ആക്ച്വലി വരേണ്ടത്. ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം പോലെ തന്നെ നമ്മൾ തടിയൊക്കെ കുറച്ചു വീണ്ടും നമ്മുടെ തടി പഴയതിനേക്കാൾ കൂടുതലായിട്ട് വരുന്നതോ അതല്ലെങ്കിൽ വീണ്ടും തടിച്ചു വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈലിന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈലിനെ കൃത്യമായ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാലത്തും രോഗങ്ങളില്ലാതെ, മരുന്നുകൾ ഉപയോഗിക്കാതെ, അമിതവണ്ണമില്ലാതെ, ശരീരത്തിന് ആവശ്യത്തിന് തടിയില്ലാതെ, ഇങ്ങനെയൊന്നും ആവശ്യത്തിനുള്ള തടിയെ മാത്രം കീപ്പ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു മാറ്റത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനമാണ് പ്രധാനം, അല്ലെ? നമ്മളെല്ലാവരും ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ നമ്മളെ കളിയാക്കുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ഉറച്ച തീരുമാനം എടുക്കും. ഈ ഉറച്ച തീരുമാനം എന്തായിരിക്കും? നാളെ തന്നെ എന്റെ വയറ് കുറയ്ക്കണം അല്ലെങ്കിൽ എന്റെ തടി കുറയ്ക്കണം എന്നായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ രോഗം കാരണം ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ അടുത്ത് ഡോക്ടർ പറയാണ് നിങ്ങൾ എന്തായാലും തടി കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ നല്ലൊരു ഡിസിഷനൊക്കെ എടുക്കും. എന്നാൽ നമ്മൾ അത് തുടർന്ന് പോകാൻ ആ ഡിസിഷൻ എടുക്കുകയും ചിലപ്പോൾ നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാവുകയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്താണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ അത് സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇതിനെ ഒരു കൃത്യമായ ഡിസിഷൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം നമ്മളിൽ ഒരു മാറ്റം വരുത്താനായിട്ട് നമ്മൾ തയ്യാറാവുന്നതിനെയാണ് ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്കും സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ രണ്ടാമത് പറഞ്ഞ ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ടാണ് നന്നായിട്ട് ജോലി എടുക്കുന്ന ആളുകൾ, നന്നായിട്ട് ഹാർഡ് വർക്ക് എടുക്കുന്ന ആളുകളിലും ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരീരം ഇളകുന്നു എന്നുള്ളത് നമ്മളെ 20% മാത്രമാണ് ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നത്. 80% അദ്ദേഹത്തിന്റെ ഫുഡ് റൊട്ടീനാണ്. ഫുഡ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡിയുടെ കംപ്ലീറ്റ് മെറ്റബോളിസം അത് ക്ലിയർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നു. ആക്ച്വലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസുകൾ വരുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ മാറാൻ തയ്യാറാവാത്തത് തന്നെയാണ് നമ്മൾ ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ നമുക്കറിയാം ജീവിതശൈലികളെ കൊണ്ട് വന്നതാണ്. ജീവിതശൈലികളിൽ നമ്മൾ വ്യത്യാസം വരുത്താൻ നമ്മൾ തയ്യാറാവുന്നെങ്കിൽ നമുക്ക് ഇവയെല്ലാം ഒരു മരുന്നുകളും ഇല്ലാതെ തന്നെ നോർമലായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ ലൈഫ് സ്റ്റൈലിലൊക്കെ വ്യത്യാസം വരുത്തി വീണ്ടും പഴയതുപോലെ തന്നെ ആവുകയാണ് എങ്കിൽ ഒരു കാര്യവും ഉണ്ടാവില്ല. ലൈഫ് സ്റ്റൈലിനെ പൂർണ്ണമായിട്ടും ചേഞ്ച് ആക്കാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് മരുന്നുകളൊന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അരിഭക്ഷണം മാത്രം കുറയ്ക്കുന്നത് കൊണ്ട് ഒരിക്കലും എന്തില്ല നമുക്ക് തടി കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും സാധിക്കില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് കൂടുതൽ അരിഭക്ഷണങ്ങൾ ഉപയോഗിക്കാത്ത ആളുകളും അതുപോലെ തന്നെ കൂടുതൽ മത്സ്യമാംസങ്ങൾ കഴിക്കാത്ത ആളുകളിലൊക്കെ തന്നെ എന്തുണ്ട്, അമിതവണ്ണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇവ വരുന്നതിന്റെ പിന്നിലെ എന്ന് പറയുന്നത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ലൈഫ് സ്റ്റൈലിലെ വ്യത്യാസമാണ്. അതുപോലെ തന്നെ കൃത്യമല്ലാത്ത ഭക്ഷണ രീതിയാണ്. ഈ കൃത്യമായ ഭക്ഷണ രീതി നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് ഒരിക്കലും ഭക്ഷണശീലങ്ങളെ കൺട്രോൾ ചെയ്യരുത്. കാരണം അതിൻ്റെതായിട്ട് പഠിച്ചിട്ടുള്ള ആ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടിയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് കൃത്യമായി കഴിക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ മേൽനോട്ടത്തിൽ മാത്രം അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം.
ഇത്തരത്തിലുള്ള ഒരു മെത്തേഡിനെയാണ് എൽമിലോൺ ഡയറ്റ് കൺസൾട്ടൻസി പ്രൊമോട്ട് ചെയ്തത്. ആക്ച്വലി എൽമിലോൺ ഡയറ്റ് ക്ലിനിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൽമിലോൺ ഡയറ്റ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഡയറ്റ് ക്ലിനിക് ആണ്, ഒരു ഫിറ്റ്നസ് പ്ലാറ്റ്ഫോം അല്ല. ഫിറ്റ്നസ് പ്ലാറ്റ്ഫോം അല്ല എന്ന് പറയാൻ കാരണം നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനോ കൂട്ടുന്നതിനോ വേണ്ടിയിട്ടല്ല എൽമിലോൺ ഡയറ്റ് ക്ലിനിക് പ്രവർത്തിക്കുന്നത്. ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ രോഗികൾക്കും അവരുടെ ഫുഡ് ലൈഫ് സ്റ്റൈൽ, ഇനിയിപ്പോ ഒരു അസുഖങ്ങൾ ഇല്ലാത്ത ആളുകൾക്കും അവരുടെ ഫുഡ് ലൈഫ് സ്റ്റൈൽ എങ്ങനെയാവണമെന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എൽമിലോൺ ഡയറ്റ് ക്ലിനിക് പ്രവർത്തിക്കുന്നത്. പ്രത്യേകതരം അതല്ലെങ്കിൽ ഒരു കൃത്യമായ മിഷനോട് കൂടിയിട്ടാണ് എൽമിലോൺ ഡയറ്റ് ക്ലിനിക് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തില് നല്ല ഫുഡ് ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന 1 ലക്ഷം കുടുംബത്തെ ക്രിയേറ്റ് ചെയ്യുക എന്ന ഒരു പ്രത്യേക മിഷനോട് കൂടിയിട്ടാണ് എൽമിലോൺ ഡയറ്റ് ക്ലിനിക് പ്രവർത്തിക്കുന്നത്. ആക്ച്വലി ഞാൻ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് ഇത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓൾറെഡി നമുക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരാനുള്ള ആളുകൾ വേണം, അതിനുള്ള സാഹചര്യങ്ങൾ വേണം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് വളർത്തിയെടുക്കുകയാണ് എൽമിലോൺ ഡയറ്റ് ക്ലിനിക് ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഡയറ്റ് ക്ലിനിക്കുകൾ ഉണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ഡയറ്റ് ക്ലിനിക് എന്ന് പറയുന്ന ആശയങ്ങൾ കുറവാണ്. പലപ്പോഴും പലരും ഭക്ഷണത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധ വരുത്തുന്നത് ഫിറ്റ്നസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഫിറ്റ്നസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഒരു ക്രമപ്പെടുത്തിയ ഭക്ഷണശീലം എന്നത്. നമ്മുടെ ലൈഫിലും നമ്മുടെ ഏത് കാലഘട്ടത്തിലും നമുക്ക് ഏത് അസുഖങ്ങളുള്ള സമയത്താണെങ്കിലും, പ്രധാനമായും ഗർഭിണികളായിരിക്കുന്ന സമയം, അതുപോലെ തന്നെ പ്രസവശേഷം പാലൂട്ടുന്ന അമ്മമാരാണെങ്കിൽ, ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അനുഭവിക്കുന്നവരാണെങ്കിൽ, ഇങ്ങനെ തുടങ്ങി എല്ലാ സമയത്തും നമുക്ക് എന്ത് വേണം, കൃത്യമായിട്ട് നമ്മൾ ഓരോ ശരീരവും അറിഞ്ഞു കഴിക്കേണ്ട വിധത്തിലുള്ള ഭക്ഷണശീലങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് മനസ്സിലാക്കി തരാനും നിങ്ങളെ പരിശീലിപ്പിക്കാനും എൽമിലോൺ ഡയറ്റ് ക്ലിനിക്കിന് സാധിക്കുകയും ചെയ്യും. 5ാമത്തെ കാര്യം, നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ മധുരോ അല്ലെങ്കിൽ ഭക്ഷണം കുറയ്ക്കുന്നതോ നമ്മുടെ ശരീരത്തിന് ഒരു ശരിയായ രീതിയിൽ, അതായത് മധുരം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഷുഗറിനെ നമ്മുടെ ശരീരത്തിലേക്ക് എന്തായാലും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. എന്നാൽ പട്ടിണി കിടക്കുക എന്നുള്ള കൺസെപ്റ്റ് ഒരിക്കലും നമ്മൾ ശീലിക്കരുത്. പട്ടിണി കിടന്നാൽ നമ്മുടെ ശരീരം ആരോഗ്യത്തിലേക്കല്ല രോഗത്തിലേക്കാണ് വരിക എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയണം. അതിന് വേണ്ടത് നമ്മുടെ കൃത്യമായ തീരുമാനം തന്നെയാണ്. കൃത്യമായ തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ മാറാനുള്ള, നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള നമ്മളുടെ മുന്നൊരുക്കങ്ങൾക്കുള്ള, അതല്ലെങ്കിൽ അതിനെ ജീവിതത്തിൽ പകർത്താനുള്ള നല്ല തീരുമാനമാണ് നമുക്ക് വേണ്ടത്. നമുക്കും എല്ലാവർക്കും ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ.